ഹായ് മക്കളെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് മാർക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ചാടി നിന്നോ എൻ്റെ കൂടെ നിന്നോ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. നോക്കടാ ഒരു റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ എൻ്റെ ചോദ്യത്തിന് മറുപടി പറ. ഇവിടെ എത്ര റിയാക്റ്റൻ്റ് ഉണ്ട്? റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ്, ആരോ മാർക്കിന് മുമ്പുള്ളവർ. അപ്പോൾ 2 റിയാക്റ്റൻറ്റും 2 പ്രൊഡക്റ്റും അല്ലേടാ, നിങ്ങൾ നോക്കിയാൽ കാണാം. 2 റിയാക്റ്റൻ്റ് 2 പ്രൊഡക്റ്റും ഉണ്ട്. അഥവാ ടോട്ടൽ ഇവിടെ 4 കമ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ റേറ്റ് കാണാൻ 4 ഇക്വേഷൻ ഉണ്ടാവും. 1 2 3 4 റേറ്റ് കാണാൻ 4 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എ, രണ്ടാമത്തേത് ഇൻ ടേംസ് ഓഫ് ബി, മൂന്നാമത്തേത് ഇൻ ടേംസ് ഓഫ് സി, നാലാമത്തേത് ഇൻ ടേംസ് ഓഫ് ഡി. എ എന്ന് പറയുന്ന ആളുടെ ടേമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എ റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഒരു മൈനസ് കൊടുക്കണം. റിയാക്റ്റൻറ്റിന് മൈനസ് കൊടുക്കണം, പ്രൊഡക്റ്റിന് പ്ലസ് കൊടുക്കണം. അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1/2 എന്ന് കൊടുക്കണം. അപ്പോൾ -1/2. ബാക്കിയെല്ലാം എല്ലായിടത്തും ഒരേപോലെ dA/dt എന്ന് നമ്മൾ എഴുതും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് നമ്മൾ വായിക്കും. ഇനി പറഞ്ഞേ റൈറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോ, ബിയുടെ ടൈമിൽ പറഞ്ഞാൽ മൈനസ് വേണം, കാരണം ബിയും അവിടെ എന്താണ്, റിയാക്റ്റൻ്റ് ആണ്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഞാനിവിടെ 1 എന്ന് തന്നെ എഴുതുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇനി സിയുടെ ടേമിൽ പറയുമ്പോൾ +1/3 എന്ന് വരും. ക്ലിയർ അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അടുത്തത് +2 എന്ന് വരും. പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് പ്ലസ്. 1/2ൻ്റെ റെസിപ്രോക്കൽ 2, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ശരിയല്ലേടാ? ഇതിൽ നിന്നൊരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. 2A ഗീവ്സ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് പറയാണ് എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച്ഡ് ഫ്രം 0.05 ടു 0.03 ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റിനുള്ളിൽ 0.05 നിന്ന് 0.03 ആയി മാറി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എത്ര? എടാ പറ, റേറ്റ് ഈസ് ഈക്വൽ ടു, വേം പറ, എയെ കുറിച്ചാണ് ഇവിടെ കഥ പറയുന്നത്. അപ്പോൾ എയുടെ ടേമിലുള്ള റേറ്റ് എഴുതണം. പ്ലസ് വേണോ മൈനസ് വേണോ? മൈനസ് വേണം. റെസിപ്രോക്കൽ ഓഫ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1/2 വേണം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എത്രയാണ്? ചേഞ്ച് 0.05 നിന്ന് 0.03 ആയി മാറി എന്ന് പറഞ്ഞാൽ ചേഞ്ച് എത്ര ഉണ്ടാകും? ചേഞ്ച് കാണുമ്പോൾ 0.03 മൈനസ് 0.05 എന്നാണ് എഴുതേണ്ടത്. ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് എപ്പോഴും നമ്മൾ ചേഞ്ച് എടുക്കുക, അല്ലാതെ വലുത് മൈനസ് ചെറുത് അങ്ങനെയല്ല എടുക്കുക. ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് എടുക്കുക. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതിനെടുത്ത സമയം 10 മിനിറ്റ്. 10 തന്നെ കിടക്കട്ടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. 0.03 നിന്ന് 0.05 പോയാൽ ചെറുതെന്ന് വലുതാ പോണേ. സോ അവിടെ മൈനസ് ഉണ്ടാവും, 0.02 എന്ന് ബാക്കി ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 10. ഈ മൈനസും കട്ടായിപ്പോയി. ശരിയല്ലേടാ? ഈ 2ഉം ഈ 2ഉം കട്ടായിപ്പോയി, ഇവിടെ 1 വരും. ബാക്കിയുള്ള ഒരു 10 താഴെ ഉള്ളതും കൂടി കൺസിഡർ ചെയ്താൽ 0.002 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോ, മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഇവിടെ തന്നത് മിനിറ്റിലായതുകൊണ്ടാണ് ഞാൻ അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ അവിടെയും സെക്കൻഡ് ആയേനെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എന്നെ സഹായിച്ചത് ഇവനാണ്. കളി മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാനുള്ള ഇക്വേഷൻസ്. ഇതാണ്. ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെത്ര റിയാക്റ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റുകളുണ്ടോ, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ഉണ്ടോ, അത്രയും ഇക്വേഷൻസ് റേറ്റിന് പോസിബിളാണ് എന്നർത്ഥം. റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് വരാൻ. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ, ഇതാണ് അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ. എടാ ഇവിടെ ഓർഡർ എത്ര, മോളിക്കുലാരിറ്റി എത്ര, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എത്ര, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എടാ ഓർഡർ ചോദിച്ചാൽ നിങ്ങൾ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് നോക്കണം. റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെയാണ് ഓർഡർ എന്ന് പേര് വിളിക്കുക. 3/2 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 3/2 എന്ന് പറഞ്ഞാൽ 1.5, 1/2 എന്ന് പറഞ്ഞാൽ 1/2, 1.5 ആര് 2. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലേടാ. ഓർഡർ എങ്ങനെയൊക്കെയാണ്? റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകൾ കൂട്ടി എഴുതിയാൽ മതി. മോളിക്കുലാരിറ്റി കാണാൻ ഇങ്ങോട്ടല്ല, റിയാക്ഷനിലേക്കാണ് നോക്കേണ്ടത്. റിയാക്ഷനിലെ ടോട്ടൽ റിയാക്റ്റൻറ്റിൻ്റെ എണ്ണം എടുത്ത് എഴുതുക. എത്ര? 3. 2Aയും 1Bയും 3. ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് മാത്രം പറഞ്ഞാൽ എയുടെ മാത്രം പവർ എടുത്ത് എഴുതുക 3/2. ടോട്ടൽ ഓർഡർ ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ കൂട്ടി എഴുതുക. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഉറപ്പുള്ള, കണ്ടിപ്പാ ചോദിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ബൺമസ്ക ടൈപ്പ് മസ്റ്റ് ട്രൈ ഐറ്റമാണ്
ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇവനാണ് +2 കെമിസ്ട്രിയിലെ ബൺമസ്ക. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ 4 ഡിഫറൻസ് നിൽക്കുന്ന നൃത്തത്തിൽ നമുക്ക് പറയാൻ പറ്റണം. ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ. എന്താണ് ഓർഡർ? അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിച്ചേക്കാം. എന്താണ് ഓർഡർ? സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. നേരത്തെ നമ്മൾ പറഞ്ഞാണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിയാക്ടിങ് സ്പീഷീസിൻ്റെ എണ്ണമാണ്. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ദാറ്റ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി. ആ വാക്ക് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. റിയാക്റ്റൻറ്റുകൾ കൂട്ടിയിടിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു കൂട്ടിമുട്ടലിൽ പങ്കെടുക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. ഡെഫിനിഷൻ ഓർത്ത് വെച്ചോ. ദാറ്റ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ ആൻ എഫക്റ്റീവ് കൊളീഷൻ. ഒരു എഫക്റ്റീവ് കൊളീഷൻ്റെ സമയത്ത് കൂട്ടിമുട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസുകളുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. അടുത്തത് ഓർഡർ എക്സ്പെരിമെൻ്റലാണ്. മോളിക്കുലാരിറ്റി തിയറിറ്റിക്കലാണ്. പഠിച്ചു വെച്ചോളണം. ഓർഡറിന് 0 ആവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷണൽ ആവാം. മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് മാത്രമായിരിക്കും. നെക്സ്റ്റ്, ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആൻഡ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതും ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുന്നതുമായ എല്ലാ റിയാക്ഷൻസിനും ഓർഡർ പറയാൻ പറ്റും. പക്ഷേ മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ഫോർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ഓൺലി. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനെ എലമെൻ്ററി റിയാക്ഷൻ എന്നും മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനെ കോംപ്ലക്സ് റിയാക്ഷൻ എന്നും കൂട്ടത്തിൽ പറയുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. കെയുടെ യൂണിറ്റ് മസ്റ്റ് ട്രൈ ആണ്. 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഒന്ന് പഠിച്ചേടാ എൻ്റെ കൂടെ. മോൾ റേസ് ടു 1 - n, എൽ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഇപ്പം തന്നെ ഒന്ന് പഠിച്ചേ, എൻ്റെ കൂടെ ഒന്ന് പഠിച്ച്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1 ആൻഡ് സെക്കൻഡ് റേസ് ടു -1. എന്താണ് ഇവിടെ n? ഓർഡർ. n എന്ന് പറഞ്ഞാൽ ഓർഡർ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുക. 0 ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ എന്നിൻ്റെ വാല്യൂ 0യും 1 ഒക്കെ ആയിട്ട് മാറ്റി കൊടുക്കുക. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുക. സോ മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, എസ് റേസ് ടു -1. സോ ഫൈനലി ഇറ്റ് ഈസ് എസ് റേസ് ടു -1. എനിത്തിങ് റേസ് ടു 0 ഒക്കെ 1 ആയി പോകും. സോ എസ് റേസ് ടു -1 എന്ന് മാത്രം വരും. 0 ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുക. മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, എസ് റേസ് ടു -1. സോ ഇനി സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്താൽ മതി. എല്ലായിടത്തും കോമൺ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് യൂണിറ്റ് ഓഫ് കെയുടെ ജനറൽ ഇക്വേഷൻ ഇതാണ്. മോൾ റേസ് ടു 1 - n, എൽ റേസ് ടു n - 1, എസ് റേസ് ടു -1. ചിലർ പറയാറുണ്ട്, സാറേ ഈ മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകുന്നു. അത് മാറാതിരിക്കാൻ ഞാനിങ്ങനെയാണ് ഓർക്കാറ്. മോളിന് എഴുതുമ്പോൾ ഇവിടെ ഒരു വരല്ലേടാ. സോ അതിൻ്റെ പവറും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വരയുന്നതാണ് ഞാനവിടെ ഓർക്കാറാണ്. എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് പരിപാടി ഓർത്ത് വെക്കും. മോൾ 1 - n. അപ്പോൾ ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുത്തന്നോട് പറഞ്ഞു, സാർ ലിറ്ററിന് ഞാനിങ്ങനെ ഒരു വരയാണ് ഇടല്. ഇവിടെ എന്ത് ചെയ്യും? എന്തെങ്കിലും കാണിക്കുക, എനിക്കറിയില്ല. നെക്സ്റ്റ്, ഫസ്റ്റ് ഓർഡറും 0 ഓർഡറുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസും അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഈ സ്ലൈഡിലുള്ളത്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മസ്റ്റ് ട്രൈ ഇപ്പോൾ ഇരിക്കണ ഇരുത്തത്തിൽ പഠിച്ചോ. 2.303 / t log R0 / RT. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. T½ = 0.693 / k. ഇപ്പോൾ പഠിക്കണം. 0 ഓർഡറിൻ്റെ കെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ R0 - RT / t. T½ = R0 / 2k. ഇതൊക്കെ ഇപ്പോൾ പഠിക്കണം. എടാ, ഈ ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇയാളുടെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി തരാം. മുകളിൽ തന്ന ഈ ഇക്വേഷനിൽ നിന്ന് ആണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടി എന്നതിന് പകരം T½ എന്ന് കൊടുക്കുക. ടി എന്നതിന് പകരം T½ എന്ന് കൊടുക്കുക. RT എന്നതിന് പകരം R0/2 എന്നും കൊടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. ഈ ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്യാൻ ഇതിലൂടെ സഞ്ചരിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ ടിക്ക് പകരം T½ എന്ന് കൊടുക്കുക, RTക്ക് പകരം R0/2 എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഞാനിവിടെ കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഈ ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് അത് T½ എന്നാക്കി. സോ T½ = 2.303 / k. അല്ലേടാ? അല്ലേ? ഈ ടിയും കെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ ആരാളുള്ളത്? ലോഗ്. ശ്രദ്ധിക്ക്, R0 / RT. എന്താണ് RT? RT എന്ന് പറഞ്ഞാൽ R0/2 ആക്കുക എന്ന് ഞാൻ പറഞ്ഞു. R0/2. സോ ഈ R0 കട്ടായി പോയി.
2 മുകളിലേക്ക് വരും. സോ 2.303 ഡിവൈഡഡ് ബൈ കെ ലോഗ് 2 എന്ന് വരും. ലോഗ് 2ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ഉണ്ടാവും 0.3. അതും ഇതും മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ കെ. എന്ന പോലെ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെയും ഡിറൈവ് ചെയ്യാം. ടി ഇങ്ങോട്ട് കൊണ്ടുവരാം, കെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0 മൈനസ് ആർ ടി എന്നതിന് പകരം R0/2 എന്നാക്കുക ഡിവൈഡഡ് ബൈ കെ. ക്ലിയർ? R0യിൽ നിന്ന് R0യുടെ ഒരു പകുതി പോയി, ബാക്കി എന്തുണ്ടാകും? R0യുടെ മറ്റൊരു പകുതി ഉണ്ടാകും, R0/2. ഇവിടെ 2K. അങ്ങനെയാണ് R0/2K എന്ന ഈ ഇക്വേഷൻ കിട്ടുക. രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതിൽ ടിക്ക് പകരം ടി ഹാഫും ആർ ടിക്ക് പകരം R0/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ നിനക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. മോനെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ 2 എക്സാമ്പിൾ. ഓൾ റേഡിയോ ആക്റ്റീവ് ഡികെ റിയാക്ഷൻ. പരീക്ഷയ്ക്ക് റേഡിയോ ആക്റ്റീവ് എന്ന് റിലേറ്റഡ് ആയിട്ടൊരു വാക്ക് കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർത്ത് വെക്ക്. ഇനി ആർക്കിയോളജിക്കൽ സ്റ്റഡി എന്നൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ, ആർക്കിയോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പുരാവസ്തു, അതൊക്കെ റേഡിയോ ആക്റ്റീവ് റിയാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഒരു ഫോസിലിൻ്റെ ഏജ് കണക്കാക്കുക, ഇങ്ങനെ എന്ത് ഡയലോഗ് പറഞ്ഞാലും അതൊക്കെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസാണ്. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് N2O5ൻ്റെ ഡീകമ്പോസിഷൻ. N2O5 ഡീകമ്പോസ് ചെയ്ത് NO2 + O2 ആയി മാറുമ്പോൾ ഇവിടുത്തെ 2 കണ്ട് നീ ഞെട്ടണ്ട. അവിടെ 2 വന്നാലും 4 വന്നാലും 10 വന്നാലും 1000 വന്നാലും ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 0 ഓർഡർ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. ക്ലോറിനും ഹൈഡ്രജനും കൂടി ചേർന്ന് 2 HCl ആയി മാറുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത് എവിടെയാണ്? സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ആ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. നമ്മളതിനെ 0 ഓർഡർ ആയിട്ടാണ് പരിഗണിക്കുക. അടുത്ത് നോക്കിക്കോ, ഡീകമ്പോസിഷൻ ഓഫ് ഗ്യാസ് ഓൺ മെറ്റൽ സർഫസ്, ഹോട്ട് മെറ്റൽ സർഫസ്. ഓൺ ഹോട്ട് മെറ്റൽ സർഫസ്. എടാ, ഒരു ഗ്യാസിനെ മെറ്റലിൻ്റെ സർഫസിൽ വെച്ച് ഡീകമ്പോസ് ചെയ്യുന്ന എല്ലാ റിയാക്ഷനും 0 ഓർഡറാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. അമോണിയ എന്നൊരു ഗ്യാസ്, 2 അമോണിയ ഉണ്ടായിക്കോട്ടെ, ഒരു ഗോൾഡിൻ്റെ സർഫസിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ N2 + 3H2 ആയിട്ട് മാറും. അമോണിയ ഒരു ഗ്യാസ് ആണല്ലോ. ഇത് ഹേബർ പ്രോസസ്സിൻ്റെ റിവേഴ്സാണ്. നിങ്ങൾക്ക് കണ്ടറിയാം. അമോണിയ അയാളുടെ എലമെൻറ്റുകളായിട്ടുള്ള നൈട്രജനും ഹൈഡ്രജനായി മാറുകയാണ്. അതാണ് ഡീകമ്പോസിഷൻ ഇൻ പ്രസൻസ് ഓഫ് എ ഹോട്ട് മെറ്റൽ. ഒരു മെറ്റലിൻ്റെ സർഫസിൽ വെച്ചിട്ട് അത് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ ഏതാ പറ? 0 ഓർഡറാണ്. ഇനി ഇവിടെ അമോണിയക്ക് പകരം HI വന്നിട്ടും ചോദിക്കാറുണ്ട്. 2 HI H2 + I2 ആയിട്ട് മാറുന്നു ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ആൻഡ് ഹീറ്റ്. എടാ, വേറൊരു മെറ്റൽ. ഇനി അത് തിരിച്ചു മറിച്ചൊക്കെ പറയാട്ടോ. ഒരു ഗ്യാസ് മെറ്റലിൻ്റെ സർഫസിൽ വെച്ച് ഡീകമ്പോസ് ചെയ്യുന്ന എല്ലാ റിയാക്ഷനും 0 ഓർഡറാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 2 മാർക്കിന് ചോദിക്കും. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? കാണുമ്പോൾ നമുക്ക് ഹയർ ഓർഡർ ആണെന്ന് തോന്നും, ഫസ്റ്റ് ഓർഡറിനേക്കാളും വലിയ ഓർഡർ ആണെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി അയാൾ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വായിച്ചേ, റിയാക്ഷൻസ് വിച്ച് ആർ സീംസ് ടു ബി ഹയർ ഓർഡർ. ഹയർ ഓർഡർ ആയിട്ട് നമുക്ക് തോന്നും, ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ. അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ മോനെ മസ്റ്റായിട്ട് പഠിച്ചോട്ടാ. എക്സാമ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ. ഓൾ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. പേടിക്കേണ്ട, ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് എല്ലാം എന്താണ് പറഞ്ഞോ? സ്യൂഡോ ഫസ്റ്റ് ഓർഡറാണ്. എടാ, ഒരു റിയാക്ഷൻ ഹൈഡ്രോളിസിസ് എന്ന് പേര് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ വാട്ടറിൻ്റെ അളവ് എക്സസ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ എസ്റ്ററിലേക്ക്, ഇതാണല്ലോ എസ്റ്റർ, RCOOR ആണ് എസ്റ്ററിൻ്റെ ഫോർമുല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ഉണ്ടാവും. പ്രൊഡക്റ്റിന് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്നാണ് എഴുതി വിട്ടാൽ മതി. നമുക്ക് റിയാക്റ്റൻ്റ് മാത്രം കിട്ടിയാൽ മതി. ദിസ് ഈസ് എ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ദാറ്റ്സ് വൈ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി എക്സസ്. ഒരാൾ എക്സസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായാൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ അയാളുടെ പവർ 0 ആയിട്ടെടുക്കൽ ഫറലാണ്. ഓർത്ത് വെച്ചോ. ആരുടെയാണ് പവർ 0 എടുക്കേണ്ടത്? എക്സസ് എമൗണ്ടിലുള്ള ആളുടെ പവർ 0 എടുക്കണം. അപ്പോൾ എസ്റ്റർ ഇയാളുടെ പവറോ അത് 1 തന്നെയാണ് എടുക്കേണ്ടത്. കാരണം എന്താ? അതിൻ്റെ എക്സസ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ, പറയൂലല്ലോ. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ എക്സസ് ആണെന്ന്. അപ്പോൾ നോക്കിക്കേടാ, ഇവിടെ ടോട്ടൽ ഓർഡർ ഇപ്പോൾ എത്രയായത്? ഓർഡർ ഈസ് ഈക്വൽ ടു 1 + 0 1. കാണുമ്പോൾ നമുക്ക് എസ്റ്ററിൻ്റെ പവറും വാട്ടറിൻ്റെ പവറും കൂട്ടിയാൽ എന്തായാലും 1നേക്കാൾ കൂടുതലായിരിക്കും എന്ന് തോന്നും. പക്ഷേ വാട്ടർ എക്സസ് ആയതുകൊണ്ട് അതിൻ്റെ പവർ 0 ആയിരിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുക. മനസ്സിലായില്ലേ മുന്നേ?
അറീനിയസ് ഇക്വേഷനും അതിലുള്ള 6 ടേമുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. കെ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ഡിവൈഡ് ബൈ ആർ ടി. പലതവണ നമ്മൾ കേട്ടതാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന സാധനങ്ങളിൽ പെട്ടതാണ്. കെ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് കോൺസ്റ്റൻറ്റ്. അറിയാത്തവർ എഴുതിയെടുത്തോ. എ എന്ന് പറഞ്ഞാൽ എന്താ? അറീനിയസ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ അറിയുന്നവർ അടുത്ത ഹെഡിങ് വരെ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ. അറീനിയസ് കോൺസ്റ്റൻറ്റ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ. ഇ എ ആക്ടിവേഷൻ എനർജി. ആർ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ടി എന്താ? ടെമ്പറേച്ചർ. ഓരോ ടേമുകളും പരിചയപ്പെടുത്താൻ പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. ഒന്നിരിക്കൽ അറീനിയസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലോഗരിതമിക് ഫോം ഓഫ് അറീനിയസ് ഇക്വേഷൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതാണ് ലോഗരിതമിക് ഫോം. ഇതിലും ആ നേരത്തെ പറഞ്ഞ 6 ടേമൊക്കെ തന്നെയുള്ളത്, പക്ഷേ അതിൻ്റെ 2 ഭാഗത്തും ലോഗ് കൊടുത്തുണ്ടാക്കിയ ഇക്വേഷനാണ്. ലോഗ് കെ ഇസ് ഈക്വൽ ടു, നേരത്തെ എങ്ങനെയായിരുന്നു? കെ ഇസ് ഈക്വൽ ടു, ഇവിടെ ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡ് ബൈ 2.303 ആർ ടി. മസ്റ്റാണ്. അറീനിയസ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അറിയാത്തവർ വേഗം പഠിച്ചെടുത്തോടാ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി എന്ന ക്വസ്റ്റ്യൻ. എടാ, ഞാനൊരു റിയാക്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചു. എല്ലാ റിയാക്റ്റൻറ്റിനും പ്രൊഡക്റ്റായി മാറണമല്ലോ. അതാണല്ലോ അവരുടെ താല്പര്യം, പ്രൊഡക്റ്റായി മാറാൻ. ഇനി എനിക്ക് എക്സ്ട്രാ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണോ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എൻ്റെ കയ്യിലുള്ള ടോട്ടൽ, ഇപ്പം എൻ്റെ കയ്യിലൊരു 100 റുപ്യ ഉണ്ടെന്ന് വിചാരിച്ചോ. എനിക്ക് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ ആദ്യം 1000 റുപ്യ കയറി ഇറങ്ങണം. വെറുതെ കഥ കേൾക്ക്. ഞാൻ ആരാ? റിയാക്റ്റൻ്റ്. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 രൂപയുണ്ട്. ഇത് എത്ര ആവണം? 1000 ആയാലേ എനിക്ക് പ്രൊഡക്റ്റായി മാറാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ 100 രൂപ കയ്യിലുള്ള ഞാൻ ഇനി 1000 കിട്ടണമെങ്കിൽ ഇനി എക്സ്ട്രാ എത്ര കിട്ടണം? 900 കിട്ടണം. ആ 900ൻ്റെ പേരാണ് ആക്ടിവേഷൻ എനർജി. 1000ൻ്റെ പേരല്ല ആക്ടിവേഷൻ എനർജി. 1000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്, അതല്ല ആക്ടിവേഷൻ എനർജി. പിന്നെ എന്താണ് ആക്ടിവേഷൻ എനർജി? ആ മാക്സിമം ടോട്ടൽ എനർജിയിലേക്ക് എത്താൻ ഈ റിയാക്റ്റൻറ്റിൻ്റെ കയ്യിൽ ഇനി എക്സ്ട്രാ കിട്ടേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇതാണ് റിയാക്റ്റൻറ്റിൻ്റെ എനർജി, ഇതാണ് പ്രൊഡക്റ്റിൻ്റെ എനർജി. അപ്പോൾ റിയാക്റ്റൻ്റ് ആദ്യം ഇങ്ങനെ ഒരു ബാരിയർ കയറി ഇറങ്ങണം. ഇവിടെയാണ് ഇതിൻ്റെ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ ആ മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയിലേക്ക് എത്താൻ ഈ റിയാക്റ്റൻറ്റിന് ഇനി എക്സ്ട്രാ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണോ ആ എനർജിയുടെ പേരാണ് ആക്ടിവേഷൻ എനർജി. ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ഓൾറെഡി കയ്യിലുണ്ട്, ഇനി എക്സ്ട്രാ എന്ത് വേണം? ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. വായിച്ച്, മിനിമം എക്സസ് എമൗണ്ട് ഓഫ് എനർജി. എടാ, ഈ 2 വാക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം, അതിൻ്റെ മേലേക്ക് എത്ര വേണമെങ്കിലും കിട്ടാം. മിനിമം എന്ത്? എക്സസ് എമൗണ്ട് ഓഫ് എനർജി. ഇനി കൂടുതൽ എക്സ്ട്രാ കിട്ടേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് റിക്വയർഡ് ബൈ റിയാക്റ്റൻ മോളിക്യൂൾ ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്. റിയാക്റ്റൻ മോളിക്യൂളുകൾക്ക് പ്രൊഡക്റ്റായി മാറാൻ ഇനി എക്സ്ട്രാ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണോ? ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എടാ, വലിയ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് തോന്നും, പക്ഷേ സിമ്പിൾ ഇക്വേഷനാണ്. log k2 by k1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. ഒരു 4 വട്ടമാണ് പറഞ്ഞു. അങ്ങനെ ഇക്വേഷൻ്റെ വലുപ്പം നോക്കണ്ട, എനിക്കത് പറഞ്ഞു തീർക്കാൻ എത്ര സമയം വേണമെന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയേ. log k2 by k1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. മാക്സിമം പോയൊരു 5 സെക്കൻഡ്. അതിനപ്പുറത്തേക്കൊന്നും പോകണില്ല. 5 സെക്കൻഡ് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനം അറിയാത്തതിൻ്റെ പേരിൽ നീ പരീക്ഷയ്ക്ക് തോൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് തോൽക്ക്. നീയൊക്കെ തോൽക്കേണ്ടവനാണെന്ന് ഞാൻ പറയും. കാണാ പഠിച്ച മര്യാദക്ക്. log k2 by k1 is equal to, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. മോനെ, ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ 300-ൽ നിന്ന് 310 കെൽവിൻ ആക്കിയപ്പോൾ റേറ്റ് ഡബിളായി. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി എത്ര? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യാതെ അതിൻ്റെ കണ്ടൻറ് എടുത്ത് എഴുതിയതാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? 300 കെൽവിൻ ഉണ്ടായിരുന്നു, 310 കെൽവിൻ ആക്കിയപ്പോൾ റേറ്റ് ഡബിളായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്ടിവേഷൻ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. മോനെ, റേറ്റ് ഡബിളായി എന്ന് ഒരു വാക്ക് കണ്ടില്ലേ നിങ്ങൾ? അതിൽ നിന്ന് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. k2 by k1 is equal to 2. എടാ, റേറ്റ് ട്രിപ്പിളായി എന്നാണ് പേര് പറയണമെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറയണമെന്നുണ്ടെങ്കിൽ k2 by k1 3 എന്നെടുക്കണം. റേറ്റ് 4 ടൈംസ് ആയി, k2 by k1 4. റേറ്റ് ഹാഫ് ആയി, k2 by k1 ഹാഫ്, 1/2. കളി മനസ്സിലായില്ലേ? ഇക്വേഷൻ log k2 divided by k1 is equal to EA divided by 2.303 R into T2 minus T1 by T1 T2. ഇതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മോനെ. k2 by k1ൻ്റെ മൊത്തം വാല്യൂ 2 ആണെന്ന് കിട്ടിയില്ലേ?
log 2 is equal to EA divided by 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആറിൻ്റെ വാല്യൂ 8.314 ആണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ 2.303 ഇൻറ്റു 8.314 ചെയ്താൽ നിങ്ങൾക്ക് 19.8 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 20 എന്ന് കിട്ടും. ചെയ്ത് നോക്ക്. 19.8 6 സംതിങ് വരും. ഞാൻ 20 എന്ന് എടുക്കാം. T2 മൈനസ് T1. T2 എത്ര? 310 മൈനസ് T1 എത്ര? 300 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2 300 ഇൻറ്റു 310. മോനെ ഇതല്ലേ നമുക്ക് കാണേണ്ടത് ആക്ടിവേഷൻ എനർജി. അയാൾ അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാ കിടതാപ്പും ഇങ്ങോട്ട് വരട്ടെ. സോ ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു log 2 0.3 ഇൻറ്റു 20. താഴെ കിടക്കുന്ന 20 ഇങ്ങോട്ട് എത്തി. സോ 20 ഇൻറ്റു ഈ 300 ഇൻറ്റു 310 ഇവിടെ എത്തി. 300 ഇൻറ്റു 310 ഓൾ ഡിവൈഡ് ബൈ 310 മൈനസ് 300 10. ഇനി എന്താ പണി? ഒരു പണിയില്ല, 0 കട്ടായി കഴിഞ്ഞു. ഇത് 300 അല്ലേ? 300 ഇൻറ്റു 310. ഓക്കെ, 0 കട്ടായി കഴിഞ്ഞു. ബാക്കിയൊക്കെ എത്രയുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്ററിൽ നേരെ നീട്ടിക്കുത്തുക. 55,400 55,800 എത്രയാണ് അതിൻ്റെ വാല്യൂ? എനിക്ക് ഓർമ്മയില്ല, ഞാനത് ചെയ്യാൻ സമയം കളയുന്നില്ല. മക്കളെ, ഒരു കാറ്റലിസ്റ്റ് വന്നാൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടും എന്ന് നമുക്കറിയാലോ. എങ്ങനെയാണ് കൂടണേ? ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. 1 വേർഡായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കും. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടും. എങ്ങനെ കൂട്ടും? ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയുടെ എമൗണ്ട് കുറച്ചിട്ടാണ് റിയാക്റ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നത്. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് 2 ആക്ടിവേഷൻ എനർജി ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് റിയാക്റ്റൻറ്റിൻ്റെ എനർജി, ഇത് ആക്ടിവേഷൻ എനർജി, ഇത് മറ്റൊരു ആക്ടിവേഷൻ എനർജി. 2 ഡിഫറെൻറ്റ് പാത്ത് വേ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ, ആക്ടിവേഷൻ എനർജി വിത്താണോ വിത്തൗട്ടാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേടാ ഹയർ ആക്ടിവേഷൻ എനർജി, ഇത് ലോവർ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി ലോ ആകുന്നത് വിത്ത് കാറ്റലിസ്റ്റാണ്. വിത്ത് കാറ്റലിസ്റ്റ്. അപ്പോൾ മുകളിലുള്ളത് വിത്തൗട്ട് കാറ്റലിസ്റ്റാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് സ്പീഡ് കൂട്ടുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കും, പറയണം. ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. എടാ, കൊളീഷൻ തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. കൊളീഷൻ തിയറി, അതിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. K is equal to PZE raised to minus EA divided by RT. ഇതിൽ K നിങ്ങൾക്കറിയാം, E അറിയാം, EA അറിയാം, R അറിയാം, T അറിയാം, നേരത്തെ പഠിപ്പിച്ചു. P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഫാക്ടർ. പ്രോബബിലിറ്റി ഫാക്ടർ. Z കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ടൈമിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൂട്ടിമുട്ടൽസ്, ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസിൻ്റെ പേരാണ് റിയാക്റ്റൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു യൂണിറ്റ് ടൈമിനുള്ളിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസിൻ്റെ പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി. ഇതാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനൊന്നും നിനക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇക്വേഷൻ തന്നെ ചോദിച്ചാൽ അതന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. ശ്രദ്ധിക്കണേ, എന്താണ് കൊളീഷൻ തിയറി എന്നറിയോ? എഫക്റ്റീവ് കൊളീഷൻ നടന്നാലാണ് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുക. എങ്ങനെ പറഞ്ഞു നോക്കിയേ. റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ് ബൈ എഫക്റ്റീവ് കൊളീഷൻസ് എന്ന് പറഞ്ഞ് നിർത്തരുത്. ആ എഫക്റ്റീവ് കൊളീഷനുള്ള 2 കണ്ടീഷനുണ്ട്. എല്ലാ കൂട്ടിമുട്ടലുകളും എഫക്റ്റീവ് കൊളീഷൻ അല്ല, എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് അല്ല. എഫക്റ്റീവ് കൊളീഷനിൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊളീഷൻ എഫക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒന്ന്, ആ റിയാക്റ്റൻറ്റിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. 2, ആ റിയാക്റ്റൻറ്റിന് പ്രോപ്പറായിട്ടുള്ള സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ വേണം. ഓർത്ത് വെച്ചോ, ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അതിങ്ങനെ വക്കുവരതി പോയാലൊന്നും അത് എഫക്റ്റീവ് കൊളീഷൻ ആവില്ല. പ്രോപ്പർ ഓറിയൻറ്റേഷനിൽ വന്ന് തന്നെ കൂട്ടിമുട്ടണം, അപ്പോഴേ അതിന് എഫക്റ്റീവ് കൊളീഷൻ എന്ന് പേര് വിളിക്കുള്ളൂ. അങ്ങനെ എഫക്റ്റീവ് കൊളീഷൻ നടന്നാലേ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുകയുള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. റേറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, K ഇൻറ്റു A² ഇൻറ്റു B. ഇവിടെ വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻസ് ഓഫ് ബോത്ത് A ആൻഡ് B ആർ ഡബിൾഡ്? എയുടെ കോൺസെൻട്രേഷനും ബിയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കിയാൽ റേറ്റിന് എന്ത് സംഭവിക്കും? മോനെ, ഈ റേറ്റ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. റേറ്റ് 1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A² ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഒന്നാമത് തന്നത്. എന്നിട്ട് പറയുകയാണ് രണ്ടാമത്തെ റേറ്റ് കാണണം, റേറ്റ് 2. അവിടെ എയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കി, ബിയുടെ കോൺസെൻട്രേഷനും ഡബിളാക്കി. K ഇൻറ്റു 2A all² ഇൻറ്റു 2B എന്നാവില്ലേടാ? ഇതും ഡബിളാക്കി, ഇതും ഡബിളാക്കി. ഇനി അതിലുള്ള നമ്പേഴ്സ് കൂരിയെടുത്ത് ഇങ്ങോട്ട് തന്നെ വെക്ക്. K ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എത്രയാടാ? 4 എന്നല്ലടാ വരിക. അപ്പോൾ ആ 4 ഞാനിവിടെ എഴുതി 4. ഇവിടെ 2 മാത്രമേ ഉള്ളൂ, ഇൻറ്റു 2. ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതിയാൽ ഇവിടെ ആരാളുള്ളത്? K ഇൻറ്റു
കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു ബി. ആ നമ്പേഴ്സിനൊക്കെ ഞാൻ ആദ്യം കണ്ട് എഴുതി. സോ 4 ഇൻറ്റു 2 എത്രയാടാ? 8 ഇൻറ്റു കെ എ സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ആരാ? അത് റേറ്റ് 1 അല്ലേ? കെ എ സ്ക്വയർ ഇൻറ്റു ബി, സോ റേറ്റ് 1. അപ്പോൾ റേറ്റ് 2 എന്ന് പറയുന്നത് റേറ്റ് 1ൻ്റെ 8 ഇരട്ടിയാണ് എന്നാണ് അതിൻ്റെ ആൻസർ. വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ? റേറ്റ് ബിക്കംസ് 8 ടൈംസ്. മക്കളെ, +2 കഴിഞ്ഞാലേ എൻട്രൻസ് കോച്ചിങ്ങിന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും. എൻട്രൻസ് കോച്ചിങ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1ാം റാങ്ക്, 2ാം റാങ്ക്, 10ാം റാങ്ക്, 6ാം റാങ്ക് എന്നുള്ളത് ആ കുട്ടിയുടെ കഴിവാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഴിവല്ല. ആ കുട്ടി എവിടെ പോയാലും ആ കുട്ടിക്ക് 1ാം റാങ്ക് ആയിരിക്കും. അത് സി എം അക്കാഡമിക്ക് വന്നാലും 1ാം റാങ്ക്, വേറെ ഏത് സ്ഥാപനത്തിൽ പോയാലും 1ാം റാങ്ക്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ എത്ര പേർക്ക് MBBS വാങ്ങാൻ പറ്റി, എത്ര പേർക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ പറ്റി എന്നുള്ള കണക്കാണ് ആക്ച്വലി ആ സ്ഥാപനത്തിൻ്റെ വിജയശതമാനമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. കേരളത്തിൻ്റെ വിജയശതമാനം 1% ആണ്. 100 ആൾ പരീക്ഷ എഴുതിയാൽ ഒരാൾക്ക് എൻട്രൻസ് കിട്ടും. ഏത് സ്ഥാപനം നിങ്ങൾ എടുത്തു നോക്കിക്കോ, മുഖ്യധാരയിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏകദേശം വിജയശതമാനം എന്ന് പറയുന്നത് ഒരു 4 to 5% ആണ്. 4 to 5% മാത്രമാണ്. സി എം അക്കാഡമിയുടെ ആവറേജ് വിജയശതമാനം 30% ആണ്. 3ൽ ഒരാൾക്ക് എൻട്രൻസ് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റാറുണ്ട്. അത് ഞങ്ങളുടെ വളരെ ചിട്ടയോടുകൂടെയുള്ള അക്കാഡമിക്സിൻ്റെയും റിവിഷൻ എക്സാമുകളുടെയും തന്നെ എഫക്റ്റ് കൊണ്ടാണ്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സി എം അക്കാഡമിയാണ്. 5000 രൂപ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കില്ല. ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് എന്ന് കരുതി അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 210 വിദ്യാർത്ഥികൾക്കാണ് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നത്. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട്. ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നേരിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ചാപ്റ്റർ വീണ്ടും കാണാം. താങ്ക്